എല്ലാവർക്കുമുള്ള പ്രോബ്ലമാണ് മുടി കൊഴിച്ചിൽ, അതുപോലെ അകാല നര, താരൻ എന്നിവയൊക്കെ. അപ്പോൾ അതിനൊക്കെ നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു എണ്ണയാണ്, എണ്ണയുടെ കൂട്ടാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ എണ്ണ കാച്ചുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്, ഒരു 5-6 ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. അടുക്ക് ചെമ്പരത്തിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാ 5 ഇതളുള്ള ചെമ്പരത്തിയും എടുക്കാം. ഈ ചെമ്പരത്തി മുടിയുടെ വളർച്ചയ്ക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. ഇതും മുടിക്ക് വളരെ നല്ലതാണ്. കറ്റാർവാഴ മുടിക്കും സ്കിന്നിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ഔഷധ സസ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ജെല്ല് നമുക്ക് എടുക്കാം. അതുപോലെ നമ്മളിവിടെ തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. മിക്കവാറും എല്ലാവരുടെ വീടുകളിലും ഇതൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇതൊക്കെ നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ്. തുളസി തലയിൽ നമുക്ക് നീരിറക്കം ഉണ്ടാവുന്നതിനൊക്കെ നല്ലതാണ്. അതുപോലെ പേൻ ശല്യം അതൊക്കെ ഒഴിവാക്കാനും തുളസിയുടെ ഇല നല്ലതാണ്. പിന്നെ നമ്മളിവിടെ ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതും അകാലനര ഒഴിവാക്കാനും മുടിക്ക് കറുപ്പ് കിട്ടാനൊക്കെ കറിവേപ്പില വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചതിന് ശേഷം എണ്ണ കാച്ചുന്നതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കുറച്ച് നെല്ലിക്കപ്പൊടി എടുത്തിട്ടുണ്ട്. ഉണങ്ങിയ നെല്ലിക്ക ആയുർവേദ കടകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും, പൊടിയായിട്ടും കിട്ടും. ഉണങ്ങിയ നെല്ലിക്ക വാങ്ങി പൊടിച്ചെടുത്തതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ മഴയുള്ള ടൈം ആയതുകൊണ്ട് ഉണക്കി പൊടിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിവിടെ പൊടിയാണ് എടുക്കുന്നത്. നെല്ലിക്കയുടെ പൊടിയായിട്ട് നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതുപോലെ ഇത് നീല അമരിയുടെ പൊടിയാണ്. ഇത് മുടി കറുപ്പിക്കാനൊക്കെ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുടി കറുക്കാനും അതുപോലെ താരൻ പോവാനും മുടി സമൃദ്ധമായിട്ട് വളരാനും വളരെ നല്ലതാണ്. സ്കിൻ പ്രോബ്ലംസിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. മുടിക്ക് ഇത് വളരെ അത്യുത്തമമാണ്. ഇതും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ആയുർവേദ കടകളിലൊക്കെ ലഭിക്കുന്നതാണ്. ഇതാണ് സാധനം. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിലും ലഭ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ലാസ്റ്റ് ചേർത്താൽ മതിയാവും. ആദ്യം സ്വല്പം ഉലുവപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ ഉണക്കി പൊടിച്ചെടുത്തതാണിത്. 2 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല കട്ടി കൂടിയ ഒരു എണ്ണയാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാവും. ഇത് നമുക്ക് ആയുർവേദ കടകളിലൊക്കെ ലഭിക്കുന്നതാണ്. ഈ കറ്റാർവാഴയൊക്കെ നമ്മളിവിടെ പൊളിച്ചെടുത്തതിന് ശേഷം അതിനുള്ളിൽ ജെല്ലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെമ്പരത്തിപ്പൂവ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഇലകളൊക്കെ നമ്മളിവിടെ മിക്സിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലെ കൊമ്പൊക്കെ മാറ്റിയതിന് ശേഷം ഇല മാത്രം എടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ച് പൾപ്പാക്കിയിട്ട് എടുക്കണം. അതുപോലെ ഈ കറ്റാർവാഴയുടെ ജെല്ലും നമുക്കൊന്ന് അടിച്ച് ഇതിൻ്റെ ജ്യൂസാക്കിയിട്ട് എടുക്കണം. അതിനുശേഷം നമുക്കിത് എണ്ണ കാച്ചാൻ തുടങ്ങാം. നമ്മളിവിടെ ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച കറ്റാർവാഴയുടെ ജ്യൂസും ഇലയും കൂടി ഒഴിച്ചു കൊടുക്കാം. തുളസി ഒക്കെ കൂടി അരച്ചതാണ്. അപ്പോൾ നല്ലൊരു മണം, തുളസിയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ചേർക്കാം. നീരൊന്ന് വറ്റി വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കിലോ വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ള ഈ കറ്റാർവാഴ ജ്യൂസൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി, അതിലെ വെള്ളമയമൊക്കെ ഒന്ന് നന്നായി വറ്റി ഒന്ന് മൊരിഞ്ഞ് വരണം.
ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരണം. എണ്ണയിൽ വെള്ളത്തിൻ്റെ അംശമോ ഒന്നും തീരെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എണ്ണ പെട്ടെന്ന് കേടാവും. നന്നായിട്ട് മുറുകി വരണം. അപ്പോൾ അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിന് നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് കുറേ കൂടി നല്ലത്. ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിലോട്ട് നമുക്കിനി ഈ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ നീരാമരിയുടെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ഉലുവാപ്പൊടി കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആവണക്കെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിങ്ങനെ തൊട്ട് നോക്കിയാൽ ഇതിപ്പോൾ ഇങ്ങനെ ചെളി പാകമേ ആയിട്ടുള്ളൂ. ചെളി പാകം എന്ന് പറഞ്ഞാൽ എണ്ണ മൂപ്പായിട്ടില്ല. ഇതൊരു കൽക്ക പാകം ആകണം. കൽക്ക പാകം എന്ന് പറഞ്ഞാൽ ഇത് തരിതരിയായിട്ട് ഇതിലുള്ള മരുന്നൊക്കെ നന്നായി മൊരിഞ്ഞ് തരിതരിയാവണം. അതാണ് കൽക്ക പാകം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളിത് ഇറക്കി വെക്കേണ്ടത്. ഇപ്പോൾ ഇത് ചെളി പാകമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും കൂടി ആവാനുണ്ട്. ഈ എണ്ണ ഇപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നപ്പോൾ എണ്ണയ്ക്ക് ഏകദേശം ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഒക്കെ ഒരു കളറായിട്ട് ഒരു ലൈറ്റ് വയലറ്റ് നിറമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലിട്ട ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ ഇറക്കി വയ്ക്കാം. ഇത് ഇളം ചൂടോടുകൂടി തന്നെ ഒരു കോട്ടൺ തുണി കൊണ്ടോ അതല്ലെങ്കിൽ ഒരു അരിപ്പയിലോ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കണം. അതിനുശേഷം ചൂടാറിയ ശേഷം കുപ്പികളിലാക്കി വയ്ക്കാം. ആവശ്യത്തിനെടുത്തിട്ട് വെള്ളം നനവൊന്നുമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് നമുക്കിനി എണ്ണ അരിച്ചു വയ്ക്കാം. ഈ എണ്ണ നമ്മളിവിടെ അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ചൂടോടെ തന്നെയാണ് അരിച്ചൊഴിച്ചിരിക്കുന്നത്. ചൂടാറി കഴിഞ്ഞാൽ ഈ എണ്ണയൊക്കെ ഇതിൻ്റെ കക്കനിൽ പിടിക്കും. അപ്പോൾ ചൂടോടെ തന്നെ അരിച്ചെടുക്കണം. ഈ എണ്ണയൊക്കെ നന്നായി വാർന്നു വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചക്കർപ്പൂരം വേണമെങ്കിൽ ഇതിലിട്ട് വയ്ക്കാം. അപ്പോൾ എണ്ണയ്ക്ക് നല്ലൊരു മണം ഉണ്ടാവും. പാൻ ശല്യം കുട്ടികൾക്ക് തലയിൽ പാൻ ശല്യം ഉണ്ടെങ്കിലൊക്കെ പോകാനും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും പച്ചക്കർപ്പൂരം വളരെ നല്ലതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ പൊടിച്ചിട്ട് കുറച്ച് എണ്ണയിലിട്ട് വെച്ചതിന് ശേഷം കുപ്പികളിൽ വെള്ളം നനവില്ലാത്ത ഉണങ്ങിയ കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. തലയിൽ പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്യണം. അതിനുശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ തല കഴുകുക. സോപ്പ് ഉപയോഗിച്ച് കഴുകരുത്. ഷാമ്പുവോ താളിയോ ഉപയോഗിച്ച് വേണം തല കഴുകി വൃത്തിയാക്കാൻ. അപ്പോൾ എല്ലാവരും ഈ എണ്ണയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ആക്കുക. താങ്ക് യു.